നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 3 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മനോഹരമായ ചില സമ്മാനങ്ങൾ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങൾ കുറയാനും ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അകൽച്ച മാറി വീണ്ടും അടുപ്പം ഉണ്ടാകാനും ഈ ദിവസം സഹായകമാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നത് നഷ്ടങ്ങൾക്ക് ഇടയാക്കിയേക്കാം. ചില ബന്ധങ്ങൾ കാരണം മാനഹാനിക്കും സാധ്യതയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദമ്പതികൾക്ക് ഒന്നിച്ചു കഴിയാനുള്ള സാഹചര്യങ്ങൾ ഇന്നൊരുങ്ങാം. അത് ജോലിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളിലൂടെയാവാം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് മനസ്സറിഞ്ഞ ഒരു ബന്ധം ഇന്ന് മുന്നോട്ട് വന്നേക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കലാപരമായ കഴിവുകൾക്ക് ഇന്ന് വലിയ അംഗീകാരം ലഭിച്ചേക്കാം. പേരും പ്രശസ്തിയും തേടിയെത്താൻ സാധ്യതയുണ്ട്. ബഹുമാന്യരായ വ്യക്തികളുമായി അടുത്തിടപഴകാനും അവർക്കൊപ്പം വേദി പങ്കിടാനും അവസരം ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ക്ഷീണമോ ഇന്ന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്ന് പോലും ചെറിയൊരു വിഷമം നേരിട്ടേക്കാം. ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കണമെന്നില്ല. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇന്ന് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് പൊതുസമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ സഹായിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ കടന്നുവരാം. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ശത്രുക്കളെ അതിജീവിക്കാനും ഇന്ന് സാധിക്കും. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാനും സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കാനും ഈ ദിവസം അനുകൂലമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഇന്ന് സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുകയും അവ ദൃഢമാവുകയും ചെയ്യും. ഇത് സാമൂഹിക ജീവിതത്തിൽ സന്തോഷം നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ വെല്ലുവിളികളും പരാജയങ്ങളും ഇന്ന് നേരിടേണ്ടി വരും. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സ്വന്തത്തിനോ ജീവിത പങ്കാളിക്കോ ആശുപത്രിവാസം വരെ വേണ്ടിവരാനും സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സ്വന്തമായി വീട് വാങ്ങാനും ബിസിനസ് ആരംഭിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ ഈ ശ്രമങ്ങളിൽ സഹായകമാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറും. അവരുടെ നേട്ടങ്ങൾ അഭിമാനം നൽകും. ദീർഘകാലമായി വിദേശത്തായിരുന്ന ബന്ധുക്കളെ കാണാനും അവരുമായി നല്ല നിമിഷങ്ങൾ പങ്കിടാനും ഇന്ന് സാധിക്കും. ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212